ഞാൻ സെമിനാരി ചേരുന്ന സമയം തൊട്ട് എൻ്റെ മനസ്സിൽ ഈ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉം, ഉം, ഉം. ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അച്ഛൻ ഈശോയെ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിലെ അച്ഛന്മാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ട്. അച്ഛൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ, അച്ഛൻ്റെ ചങ്കിടിക്കുന്നുണ്ടോ, ഇതെങ്ങനെയാണ് ഒരാൾക്ക് താങ്ങാൻ പറ്റുക? അച്ഛൻ്റെ കണ്ണുകൾക്കും ചിന്തകൾക്കും ബുദ്ധിക്കും മനസ്സിനും താങ്ങാവുന്നതിന് അപ്പുറം ഒരു സ്നേഹമാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛൻ്റെ ചങ്കിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. ഞാൻ സെമിനാരി ചേർന്ന അന്ന് മുതൽ സെമിനാരിക്കാലം മുഴുവൻ 12.5 വർഷം മുടങ്ങാതെ നടത്തിയൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിൽ ഞാൻ ഇങ്ങനെ ഉള്ളി പറയും, ഈശോയെ, ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം നീയല്ലേ. എല്ലാവരും എന്താണ് ഈ അത്ഭുതം കാണാത്തത്? ലോക മഹാത്ഭുതങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഈ അത്ഭുതം അല്ലേ. എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ അപ്പമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ അനുഭവം കുറേ വർഷങ്ങൾ മനസ്സിൽ കിടന്ന് ഊറി ഊറി ഉണ്ടായതാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ നിത്യാരാധന ചാപ്പിൽ 2013-14 13 തോന്നുന്നു. അങ്ങനെ ആ സമയത്താണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഈശോയെ കണ്ട് ഇങ്ങനെ പാടിയതാണ്. എന്തൊരു അത്ഭുതമാണ് എന്ന് പാടിയതാണ്. ഈ ആരാധനയുടെ സമയത്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉണ്ടാകുന്നത്? ഏറ്റവും കൂടുതൽ അങ്ങനെയാണ്. ഞാനൊരു പാട്ട് ഇങ്ങനെ ഇരുന്ന് എഴുതിയ പാട്ടുകൾ വളരെ ചുരുക്കമാണ്. ഇന്നൊരു പാട്ട് കമ്പോസ് ചെയ്തേക്കാം, അത് പ്രത്യേക ചില കോണ്ടെക്സ്റ്റിൽ ആളുകൾ നിർബന്ധിച്ച് എഴുതിച്ചിരിക്കുന്ന ചില പാട്ടുകളൊക്കെയാണ്. എന്നൊഴിച്ച് എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. പാട്ടുകൾ എനിക്ക് കിട്ടുന്ന പാട്ടുകൾ പബ്ലിഷ് ചെയ്യുന്ന സ്വഭാവമാണ്. അത് ഏറ്റവും കൂടുതൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്കിടയിലാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ. അപ്പോൾ ആരാധിക്കാൻ കിട്ടിയ പാട്ടുകളാണ് പിന്നീട് മറ്റുള്ളവർക്ക് ആരാധിക്കാൻ കൊടുത്തത്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പലത് എഴുതുന്നു അല്ലെങ്കിൽ ട്യൂൺ ചെയ്യുന്നു. അതല്ലാത്ത രീതിയിൽ ചെയ്യേണ്ടി വന്ന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ അച്ഛന് അങ്ങനെ ഒരു ഫീൽ, അതായത് ഒരു ദിവ്യകാരുണ്യ ബന്ധം ഉണ്ടായിട്ടുണ്ടോ, അത് വെറുതെ അങ്ങനെ ഒരു എഴുതി വിടാണോ? അപ്പോഴും ഉണ്ട്. കാരണം ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടല്ലോ. നമ്മളൊരു ഈശോ പാവല്ലേ എന്ന് പറഞ്ഞ പോലെ ഈശോ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മുടെ ദിവ്യകാരുണ്യ സന്നിധിയിലല്ലേലും ഈശോയ്ക്ക് നമുക്ക് ബ്യൂട്ടിഫുള്ളായ കാര്യങ്ങൾ തരാൻ പറ്റും. പക്ഷെ നമുക്കെന്തോ കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇങ്ങനെ ഉണ്ടായ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടുത്തുണ്ടായ പാട്ടുകൾ, ഇപ്പോൾ ആയിരങ്ങളേക്കാൾ സുന്ദരനെ, അത് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുന്നു ജർമ്മനിയിൽ. ദിവ്യകാരുണ്യ സന്നിധി ഞാൻ കീബോർഡ് വെച്ച് ഇങ്ങനെ പാടുമ്പോൾ ഒന്നും ആലോചിക്കാതെ പാടുന്നതാണ്. അവിടെ ഇങ്ങനെ ഏതൊരു സിസ്റ്ററിന് ഈശോയെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി കാണും, അതെൻ്റെ ഉള്ളിലേക്ക് വന്നതായിരിക്കും. ആയിരങ്ങളേക്കാൾ സുന്ദരനെ എന്ന് വന്നത് അങ്ങനെയായിരിക്കും. അതുപോലെ വാക്കുകൾ പോരാ അത് ഓസ്ട്രേലിയയിലൊരു റിട്രീറ്റിനിടയിൽ ആരാധനയ്ക്കിടയിൽ ഒന്നും ചിന്തിക്കാതെ പാടുന്നതാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ അധികവും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ചില സ്ഥലത്ത് ചില അച്ഛന്മാർ ആരാധന നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വാക്കുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും. പക്ഷേ ആ സമയത്തൊക്കെ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷം നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വരികൾ തന്നെ ചാടും. അന്ന് ഈ മൊബൈലൊക്കെ അധികം ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നീട് അതൊക്കെ നമ്മളിങ്ങനെ വന്ന് അപ്പോൾ റെക്കോർഡ് ഇടും. കാരണം ഈ ആരാധന കഴിഞ്ഞ് പിന്നെ ഓർത്താൽ ഈ സാധനം കിട്ടില്ലേ. അങ്ങനെ അച്ഛന് ആരാധനയിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൊരു സോങ് അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടായിട്ടുള്ളൊരു ദിവ്യകാരുണ്യ അനുഭവം? ഇപ്പം ഞാൻ ഇത്രയും പാട്ടുകൾ എനിക്ക് ഉണ്ടെങ്കിലും പാടാനും കമ്പോസ് ചെയ്യാൻ എഴുതാനൊക്കെ പറ്റുമെങ്കിലും എൻ്റെ കോൺഫിഡൻസ് ദിവ്യകാരുണ്യമാണ്. വെറുതെ ഞാൻ പാട്ട് എനിക്ക് പാടാൻ ധൈര്യമില്ല. എനിക്ക് അതിനുള്ള, ഞാനൊരു പെർഫോമറല്ല. എനിക്ക് എൻ്റെ പാട്ടുകൾ തന്നെ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സമ്മാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഐ എം പ്രീസ്റ്റ്. ഞാൻ അച്ഛനായതുകൊണ്ടാണ് എനിക്കിത്രയും പാട്ടുകൾ കിട്ടിയത്. ക്രൂശിതനെ ഉദ്ധിതനെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനിടയിൽ നജീം അർഷാദ് എന്നോട് പറഞ്ഞു, അച്ഛന് വേണ്ടി സിനിമയിലൊക്കെ വേണ്ടി നോക്കാം, അച്ഛൻ്റെ കമ്പോസിങ്ങിന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്, അച്ഛൻ എന്തിനാണ് ഈ ഉടുപ്പ് കിട്ട് നടക്കുന്നത്, തമാശിക്കാനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ നജീമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നജീമെ ഞാൻ ഉടുപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പാട്ടുണ്ടാകുന്നത്. അപ്പോൾ സത്യത്തിൽ ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. ഇപ്പം എന്നെ കേൾക്കുന്ന വൈദികരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഏത് ജീവിതാന്തസ്സാണെങ്കിലും നമ്മൾ ആ ജീവിതാന്തസ്സിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിനോട് വിശ്വസ്തത കാണിക്കുമ്പോൾ, അതിനെ സ്നേഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈദികൻ, ഞാനൊരു അച്ഛനായിട്ട് പറയാം, അച്ഛന്മാർ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പൗരോഹിത്യത്തെ സ്നേഹിക്കണം. പൗരോഹിത്യ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സാണ് പാട്ടുകൾ. ഒന്നത്. രണ്ട്, എനിക്ക് ഇത് ചെയ്യാനുള്ള എൻ്റെ എല്ലാ മിനിസ്ട്രിയിലും കോൺഫിഡൻസ് ആകെയുള്ളത് ദിവ്യകാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ധൈര്യമുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു 11 കൊല്ലമായിട്ട് യൂറോപ്പിൽ എൻ്റെ മിനിസ്ട്രിയിൽ എല്ലാ വീക്കെൻഡ് ഏതെങ്കിലും രാജ്യത്താണ്. എനിക്ക് ആകെയുള്ള ധൈര്യം അവിടെ ഒരു കാര്യം സംഭവിക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങൾ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ, ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിച്ചാൽ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും ഞാൻ മരിച്ചവർ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ മരിച്ചുപോയവർ. അപ്പോൾ ദിവ്യകാരുണ്യം എനിക്കൊരു ലഹരിയാണ്.
ഒരു നിധിയാണ്.